വാഗമണ്ണിൽ ഈരാറ്റുപേട്ട സ്വദേശികൾക്ക് നേരെ ആക്രമണത്തിനിരയായ ഈരാറ്റുപേട്ട നടക്കൽ വെളിയത്ത് സാദിഖ്, നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് വി.പി. നാസർ എന്നിവർ പ്രതികരിക്കുന്നു. സാദിഖിന്റെ ഭിന്നശേഷിക്കാരിയായ സഹോദരി ഉൾപ്പെടെ 4 പേർക്കാണ് പരിക്കേറ്റത്. കേസെടുക്കുന്നതിൽ വാഗമൺ പോലീസ് അലംഭാവം കാണിച്ചെന്നും പരാതി. അതായത് കഴിഞ്ഞ 24-ാം തീയതി ഞായറാഴ്ച നമ്മള് കുടുംബാംഗങ്ങളെല്ലാം ഇവിടെ നമ്മൾ വാഗമൺ ഉല്ലാസയാത്രയ്ക്ക് പോയി. രാവിലെ ഇവിടെ നിന്ന് പോയതാ. വൈകുന്നേരം തിരിച്ചു വരുന്ന വഴി ഒരു ഏകദേശം 11-11:30 കൂടി ഇതുപോലെ വാഗമൺ മാസ്കോട്ടി ഫാക്ടറിയുടെ മുമ്പിൽ വെച്ചിട്ട് എതിരെ വന്ന് ഓപ്പോസിറ്റ് സൈഡിൽ വന്ന് 3 പേര് യാത്ര ചെയ്തിരുന്നൊരു ബൈക്ക് നമ്മുടെ ഒരു 20 മീറ്റർ ഗ്യാപ്പിൽ തന്നെ അവർ വണ്ടി നിർത്തി ഇറങ്ങി വന്നിട്ട് വണ്ടി തട്ടുകയോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അവിടെ വണ്ടി നിർത്തി പിന്നെ ആദ്യം ഒരാൾ ഇറങ്ങി വന്നു, പിന്നെ ഒരു 3-ആളും കൂടെ വന്നിട്ട് പിന്നെ നമ്മളോട് റോങ് സൈഡിൽ കൂടെയാണ് വണ്ടി ഓടിക്കുന്നത് വെച്ചിട്ട് വളരെ അസഭ്യമായ വാക്കുകളും ഉപയോഗിച്ച് അതിക്രൂരമായിട്ട് അവിടെ ഇട്ട് വലിച്ച് പുറത്തിടുകയും അടിക്കുകയും പിന്നെ ശരിക്കും ഒരു കമ്പി വടി പോലത്തെ എന്തോ ഒരു വടി കൊണ്ട് ഈ ഭാഗത്ത് നല്ലൊരു മദനമേറ്റായിരുന്നു. കഴിഞ്ഞ ഒരു 4 ദിവസം മുമ്പ് ഈ കുടുംബം വാഗമണ്ണിൽ വിനോദയാത്രയ്ക്ക് പോയിട്ട് തിരിച്ചു വരുന്ന വഴി രാത്രി 11 മണിയോടുകൂടി ഈരാറ്റുപേട്ടയിലേക്ക് തിരിച്ചു വരുന്ന വഴി അപ്രതീക്ഷിതമായി ബൈക്കിൽ വന്ന കുറേ ചെറുപ്പക്കാർ ഇവർ സഞ്ചരിച്ച വാഹനം കാറ് വിലങ്ങി തടഞ്ഞു നിർത്തി ആ വാഹനത്തിലുണ്ടായിരുന്ന മുഴുവൻ പേരെയും പിടിച്ചിറക്കി അതിക്രൂരമായി മർദ്ദിച്ച ഒരു സംഭവം. അതിൻ്റെ വീഡിയോ വിഷ്വൽസ് ഇന്നലെ രാത്രി മുതലാണ് ശരിക്കും പുറത്തു വന്നത്. ആ വീഡിയോ വന്നപ്പോഴാണ് ഈ കാര്യങ്ങൾ ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം അറിയുന്നത്. ഞാനിവിടെ വന്ന് കണ്ടപ്പോൾ ഇവരുടെ ഉപദ്രവവും കണ്ടപ്പോൾ സത്യത്തിൽ വലിയ വിഷമം വന്നു. അതായത് ഭിന്നശേഷിക്കാരിയായ ഒരു സ്ത്രീ, അവരെ പോലും വാഹനത്തിൽ നിന്ന് പിടിച്ചിറക്കി അവിടെ കാലിൽ ചവിട്ടി, കാലിൽ നീര് കാണണം, അതുപോലെ നീര് വെച്ച് വേദനിച്ച അവർ വിശ്രമിക്കുകയാണ്. വീട്ടുകാരൻ ഇവിടുത്തെ പ്രിയപ്പെട്ട ഷെരീഫ് കാക്ക, അദ്ദേഹം ഇപ്പം ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വേണ്ടി പോയിരിക്കുകയാണ്. ആ ഒരു വിഷയം ഉണ്ടായി. അതിനുശേഷം അവർ ഹോസ്പിറ്റലിൽ ചികിത്സ തേടി പോലീസ് സ്റ്റേഷനിലേക്ക് ഇൻറ്റിമേഷൻ പോയി. അവസാനം വാഗമൺ പോലീസ് അവരെ വിളിച്ചു വരുത്തി പിന്നെ മൊഴിയെടുക്കുന്നതിന് വേണ്ടി രാവിലെ 10 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നിട്ട് അന്ന് രാത്രി 11 മണി വരെ അവരവിടെ പിടിച്ചു നിർത്തണം. ഈ വിഷയം എങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്ത് വിടാൻ വേണ്ടിയുള്ള പോലീസിൻ്റെ ഒരു ആവശ്യമില്ലാത്ത ഒരു അനാവശ്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഈ വിഷയത്തിലുണ്ടായി. ഇത് വളരെ ഗൗരവമായ ഒരു സംഭവമാണ്. ഞാൻ പറഞ്ഞ സാധാരണഗതിയിൽ ഇവരുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രകോപനവും ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ കൃത്യമായ കാര്യങ്ങൾ പഠിച്ചു. ഈ സംഭവം നടന്ന സ്ഥലത്തും വാഗമണിലും അനുബന്ധമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പഠിച്ചപ്പോഴത്തേക്കും ഉപദ്രവിക്കേണ്ട യാതൊരു കാരണവും ഉണ്ടായില്ല. വാഹനം തടഞ്ഞു നിർത്താനോ വലിച്ചിറക്കാനോ അടിക്കാനോ വേണ്ട യാതൊരുവിധ വിഷയങ്ങളും ഉണ്ടായില്ല. വളരെ സ്മൂത്തായിട്ട് വാഹനം ഓടിച്ചു വന്നപ്പോഴാണ് അപ്രതീക്ഷിതമായി യാതൊരു കാര്യമില്ലാതെ പ്രകോപിതമായി ഇവർ വന്ന് ഈ ഉപദ്രവിച്ചത്.